കൽക്കരിയുടെ കരുത്തിൽ പുകതുപ്പി പാളങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച് മുന്നോട്ട് കുതിച്ച ആവി എഞ്ചിനുകൾ. ഒരു കാലത്ത് തീവണ്ടി എന്നാൽ ഇതായിരുന്നു. കാലം മാറി, കൽക്കരിക്ക് പകരം ഡീസൽ വന്നു. വേഗത കൂടി, പക്ഷേ പുകയ്ക്ക് മാത്രം ഒരു മാറ്റമില്ലായിരുന്നു. പിന്നെ വിപ്ലവമായത് വൈദ്യുതിയാണ്. വേഗതയുടെയും കാര്യക്ഷമതയുടെയും പുതിയ ലോകം ഇന്ത്യൻ റെയിൽവേക്ക് മുന്നിൽ തുറന്നു. പുകയില്ലാത്ത, ശബ്ദം കുറഞ്ഞ യാത്രകൾ. ഇനി എന്ത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ. ഇന്ത്യൻ റെയിൽവേ ഇനി ഹൈഡ്രജനിൽ ഓടുന്ന ട്രെയിനുകളുമായി ലോകത്തെ അമ്പരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ വാർത്തയും അതിന്റെ ആവേശകരമായ ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. എന്താണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ എന്ന് നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഇത് പ്രകൃതിയെ ഒട്ടും ദ്രോഹിക്കാത്ത ഒരു ഗതാഗത മാർഗമാണ്. സാധാരണ ഡീസൽ എഞ്ചിനുകൾ പുകയും കാർബൺ ഡയോക്സൈഡും പുറന്തള്ളുമ്പോൾ ഹൈഡ്രജൻ ട്രെയിനുകൾ പുറത്തുവിടുന്നത് ശുദ്ധമായ നീരാവിയും വെള്ളവും മാത്രമാണ്. ഇതിന്റെ ഹൃദയം ഫ്യൂവൽ സെൽ എന്നൊരു സംവിധാനമാണ്. ഇതിനുള്ളിൽ ഹൈഡ്രജനും അന്തരീക്ഷത്തിലെ ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ചാണ് ട്രെയിൻ ഓടുന്നത്. ഇങ്ങനെ പരിസ്ഥിതി മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കാം. ഇന്ത്യയുടെ ലോക റെക്കോർഡുകൾ ഈ നേട്ടത്തിലൂടെ ഇന്ത്യൻ റെയിൽവേ ആഗോളതലത്തിൽ തന്നെ പുതിയ റെക്കോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വിജയകരമായി പരീക്ഷിച്ച ഈ കോച്ച് രാജ്യത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഹൈഡ്രജൻ ട്രെയിൻ എഞ്ചിനുകളിൽ ഒന്ന് ഇപ്പോൾ ഇന്ത്യയുടേതാണ്. 1200 ഹോഴ്സ് പവർ ശേഷിയുള്ള ഈ എഞ്ചിൻ വികസിപ്പിച്ചതിലൂടെ ഇന്ത്യ ഈ രംഗത്തെ അതികായകർക്കൊപ്പം സ്ഥാനം പിടിച്ചിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ 500-600 ഹോഴ്സ് പവർ എഞ്ചിനുള്ളപ്പോൾ ഇന്ത്യ അതിന്റെ ഇരട്ടി ശക്തിയുള്ള എഞ്ചിനാണ് നിർമ്മിച്ചിരിക്കുന്നത്. 10 കോച്ചുകളുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രജൻ ട്രെയിനും ഇനി ഇന്ത്യക്ക് സ്വന്തം. ഈ അദ്ഭുത ട്രെയിനിന്റെ ആദ്യ യാത്ര ഹരിയാനയിലെ ജിത്ത് സോനിപത്ത് റൂട്ടിലായിരിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയിൽ പരീക്ഷണ ഓട്ടം നടക്കും. ഈ റൂട്ടിലെ മികച്ച ട്രെയിൻ ശൃംഖലയാണ് ഇതിനായി തിരഞ്ഞെടുക്കാൻ കാരണം. ജിൻ സിറ്റി, ഗോഹാന, മൊഹാന ഹരിയാന എന്നിവയുൾപ്പെടെ 12 സ്റ്റേഷനുകളിൽ ഈ ട്രെയിന് സ്റ്റോപ്പുകൾ ഉണ്ടാകും. ഇന്ത്യയുടെ ഈ ഹൈഡ്രജൻ വിപ്ലവം പ്രധാന നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പേരിൽ ഒരു വലിയ പദ്ധതിയും റെയിൽവേ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, കൽക്ക ഷിംല റെയിൽവേ, നീലഗിരി മൗണ്ടൻ റെയിൽവേ തുടങ്ങിയ പൈതൃക മലയോര പാതകളിൽ 35 ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കും. ഓരോ ട്രെയിനിൽ നിന്നും ഏകദേശം 80 കോടി രൂപയും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനായി ഓരോ റൂട്ടിലും 70 കോടി രൂപയുമാണ് ഇതിനായി ചിലവഴിക്കുന്നത്. 2030ഓടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ഇന്ത്യൻ റെയിൽവേയുടെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാണിത്. ജർമ്മനി, ചൈന, ഫ്രാൻസ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ശേഷം ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇത് കേവലം ഒരു ട്രെയിൻ മാത്രമല്ല, മലിനീകരണമില്ലാത്ത ഹരിതവും സുസ്ഥിരവുമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഉറച്ച കാൽവെപ്പാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഈ കുതിപ്പ് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന വക നൽകുന്നു. കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.